ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ റിമ മിസ്സാണ്. യെസ്, നമ്മുടെ എക്സാം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ട്രാൻസ്പോർട്ടാണ് വാട്ടർ ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ. നമുക്കറിയാം ട്രാൻസ്പോർട്ടേഷൻ നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ലാൻഡ് ട്രാൻസ്പോർട്ട് എന്നും വാട്ടർ ട്രാൻസ്പോർട്ട് എന്നും ദെൻ എയർ ട്രാൻസ്പോർട്ട് എന്നും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്ക് വാട്ടർ ട്രാൻസ്പോർട്ടിൽ നിന്ന് ഒരു ചോദ്യം ഉറപ്പിക്കാവുന്നതാണ്. സാധാരണയായിട്ട് നമ്മൾ വാട്ടർ ട്രാൻസ്പോർട്ട് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ചില ഗതാഗതം നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? യെസ്, ഫോർ ദ പർപ്പസ് ഓഫ് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ട്രാവൽ ചെയ്യാൻ, ഫോർ കാർഗോ മൂവ്മെന്റ്, ചരക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാൻ വേണ്ടിയിട്ട്, അതായത് സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഫോർ അഡ്വഞ്ചർ ഫൺ, സാഹസിക യാത്രകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? വാട്ടർ ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഫോർ ഫിഷിംഗ്, മത്സ്യബന്ധനത്തിന് യൂസ് ചെയ്യുന്നുണ്ട്. ഫോർ ടൂറിസത്തിനൊക്കെ എന്താണ് നമ്മൾ വാട്ടർ ട്രാൻസ്പോർട്ട് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. ഇതാ കണ്ടോ, ഈ ചിത്രത്തിൽ കാണുന്നത് നമ്മൾ ടൂറിസം ഉണ്ട്, ഫിഷിംഗ് ഉണ്ട്, എല്ലാം ഉണ്ട് അല്ലെ. എല്ലാത്തിനും നമ്മൾ വാട്ടർ ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് എങ്ങനെയാണെന്നറിയോ? മനുഷ്യർക്കും മൃഗങ്ങൾക്കും വേണ്ടി ഈ ജലാശയങ്ങൾ, വാട്ടർ ബോഡീസ് ഇങ്ങനെ കടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഇന്ന് നമുക്ക് വേണ്ടിയിട്ടുള്ള തോണികളൊക്കെ, ചെറിയ ചെറിയ തോണികളൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഒറ്റത്തടിയും ചങ്ങാടങ്ങളും ഉപയോഗിച്ചിരുന്ന മനുഷ്യർ മരത്തടിയുടെ മധ്യഭാഗം തീയിട്ടിട്ട് പൊള്ളയാക്കിയിട്ട് ആദ്യകാലത്ത് തോണികളൊക്കെ കൺസ്ട്രക്ട് ചെയ്യായിരുന്നു. പിന്നീടാണ് പണിയായുധങ്ങളൊക്കെ കണ്ടുപിടിച്ചതിന് ശേഷം പുതിയ തോണി നിർമ്മാണമൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. വാട്ടർ ട്രാൻസ്പോർട്ടിനെ നമ്മൾ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട്, അതായത് ഉൾനാടൻ ജലഗതാഗതം എന്നും മാരിടൈം വാട്ടർ ട്രാൻസ്പോർട്ട്, അതായത് സമുദ്ര ജലഗതാഗതം എന്നും ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ, ഉൾനാടൻ ജലഗതാഗതം എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതൽ കായലുകളും പുഴകളും ഒക്കെ ഉള്ള ഏരിയയിലാണ് ഉൾനാടൻ ജലഗതാഗതങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡെവലപ്ഡ് ഇൻ ഏരിയാസ് വേർ there are plenty of rivers and black waters. നദികളും കായലുകളും, റിവേഴ്സും കായലുകളൊക്കെ ഉള്ള സ്ഥലങ്ങളിലാണ് സാധാരണ ഈ ഒരു ഉൾനാടൻ ജലഗതാഗത സംവിധാനങ്ങളൊക്കെ ഉണ്ടാവാറുള്ളത്. വലിയ വലിയ പുഴകളും കായലുകളൊക്കെ ഉള്ളിടത്ത് മാത്രം. ഓക്കെ, ഇത് നോക്കിക്കോ, നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻലാൻഡ് വാട്ടർ വേസ് ഇൻ കേരളത്തിലെ രണ്ട് പ്രധാനപ്പെട്ട ജലഗതാഗത പാതകൾ ഏതാണെന്ന് ചോദിച്ചാൽ രണ്ടെണ്ണം ഉണ്ട്. ഏതൊക്കെയാ? കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള ദേശീയ ജലപാതയുണ്ട്. കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെയുള്ള കനോലി കനാൽ. ഇത് രണ്ടാണ് നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട ജലഗതാഗത പാതകൾ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ യൂറോപ്യൻസ് ആണ് നമ്മുടെ വാട്ടർ ട്രാൻസ്പോർട്ടിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. യൂറോപ്യൻസ് കനാൽസ് ഒക്കെ ബിൽഡ് ചെയ്തത് അവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, കനാൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇവർക്ക് എന്താണ്, സിറ്റീസിലേക്ക് സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോവാം. ആ ഒരു ഉദ്ദേശത്തോടെ, ആ ഒരു പർപ്പസോടെ കൂടിയാണ് നമ്മുടെ യൂറോപ്യൻസ് കനാലുകൾ കൺസ്ട്രക്ട് ചെയ്തത്. പക്ഷെ നമ്മുടെ ആളുകൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്തത് എന്തിനാണ്? സച്ച് കനാൽസ് ബിഗിൻ ടു യൂസ്ഡ് മെയിൻലി ഫോർ വാട്ടർ ട്രാൻസ്പോർട്ടിന് വേണ്ടി, നമുക്ക് ജലഗതാഗതത്തിന് വേണ്ടിയിട്ടായിരുന്നു കൂടുതലും കനാൽസ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നോക്കിക്കോ മക്കളെ, കനോലി കനാൽ, പാർവതി പുതനാറ്, ഇതൊക്കെ നമ്മുടെ കേരളത്തിൽ ബിൽഡ് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട കനാലുകളായിരുന്നു കേട്ടോ. ഇതൊക്കെ കേരളത്തിൽ ബിൽഡ് ചെയ്തിട്ട പ്രധാനപ്പെട്ട കനാലുകളാണ് ഇത് കനോലി കനാലും പാർവതി പുത്തനാറും കേട്ടോ. ഇവര് മെയിൻ ആയിട്ട് നമ്മുടെ ഈ ഒരു സിറ്റീസിലേക്ക്, യൂറോപ്യൻസ് ചിന്തിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ, അവരുടെ കൽക്കരികള് സിറ്റികളിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് കനാലൊക്കെ കൺസ്ട്രക്ട് ചെയ്തത്. നമ്മളത് നമ്മുടെ ആവശ്യങ്ങൾക്ക്, വാട്ടർ ട്രാൻസ്പോർട്ടിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്തതായിരുന്നു. അപ്പൊ ഇത്രയാണ് വാട്ടർ ട്രാൻസ്പോർട്ടിൽ അറിഞ്ഞിരിക്കേണ്ടത്. ദെൻ മാരിടൈം വാട്ടർ ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ, മുൻകാലങ്ങളിൽ രാജ്യാന്തര യാത്രകൾക്ക്, അതായത് ഇന്റർനാഷണൽ ട്രാവൽ ആൻഡ് ഗുഡ്സ് ട്രാൻസ്പോർട്ട് മോസ്റ്റ്ലി ഡിപ്പെൻഡ് ഓൺ മാരിടൈം ട്രാൻസ്പോർട്ട്. നമ്മൾ ഒരു രാജ്യത്തു നിന്ന് വേറൊരു രാജ്യത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് കൂടുതലും യൂസ് ചെയ്തത് മാരിടൈം വാട്ടർ ട്രാൻസ്പോർട്ട് ആയിരുന്നു. ഓക്കെ, കാറ്റിന്റെ ദിശാശക്തി കൊണ്ട് സഞ്ചരിക്കുന്ന പായ്ക്കപ്പലുകളാണ് ആദ്യമായിട്ട് ഉണ്ടാക്കിയത്. പിന്നീട് അതൊക്കെ മറ്റുള്ള ദേശങ്ങളിലേക്കുള്ള യാത്രകളൊക്കെ വർദ്ധിച്ചു. പിന്നീടാണ് ഇന്ധനങ്ങൾ യൂസ് ചെയ്ത്, ഇന്ധനങ്ങളൊക്കെ ഫ്യൂൽ പവർ ഷിപ്സ് ഇതൊക്കെ രംഗത്തെത്തിയത്. അപ്പൊ ഇത്രയാണ് വാട്ടർ ട്രാൻസ്പോർട്ടിൽ മക്കൾ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പൊ ഇതേപോലത്തെ കുഞ്ഞു വീഡിയോസ് ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. ചേട്ടാ, ബൈ.